നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പിള്ളിയിൽ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാട് കയറ്റി. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികൾ. ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളിലും ഇരുട്ടിലാകുന്ന അവസ്ഥയാണെന്ന് ആക്ഷേപം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൌൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത്. അനുയോജ്യമല്ലാത്ത കുർത്ത മാറ്റി നൽകിയില്ലെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ തൃശൂർ കല്യാൺ സിൽക്സിനെതിരെ പരാതിക്കാർക്ക് അനുകൂല വിധി. കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെയാണ് തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്, രാധ എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പിള്ളിയിൽ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. 100ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പ്രത്യേക പദ്ധതിക്കാണ് തുടക്കമായത്. തെർമൽ ഡ്രോൺ മാപ്പിംഗ് അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സ്പെഷ്യൽ ഡ്രൈവ്. കാട്ടാനശല്യം ചർച്ച ചെയ്യാൻ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനമായത്. അതിരപ്പിള്ളിയിലേത് ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കൃത്യമായി കാണാൻ വനാതിർത്തിയിലെ കാട് വെട്ടിത്തളിക്കുന്ന നടപടികൾക്കും തുടക്കമായി. തെർമൽ ഡ്രോൺ മാപ്പിംഗ്, സോളാർ ഫെൻസിംഗ്, ട്രഞ്ച് എന്നിവ ഉൾപ്പെടുന്ന ത്രിതല പ്രതിരോധ സംവിധാനം മേഖലയിൽ നടപ്പിലാക്കുമെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ അപകടകാരികളായ കാട്ടാനകളെ പിടികൂടി ഉൾക്കാട്ടിൽ തുറന്നുവിടാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ശനിയാഴ്ച കാട്ടാന ആക്രമണത്തിൽ വൈശ്ശേരി സ്വദേശി മോഹനൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനംവകുപ്പ് നടപടികൾ ദ്രുതഗതിയിൽ ആക്കിയത്. മോഹനന്റെ വീട് സന്ദർശിച്ച മന്ത്രി കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാട് കയറ്റി വനംവകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്താണ് ആനക്കൂട്ടം പുഴയിൽ തമ്പടിച്ചത്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി ആരംഭിച്ചത്. വിവിധ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വനംവകുപ്പ് വാച്ചർമാരുമാണ് മേഖലയിലെത്തിയത്. വനംവകുപ്പ് ഓപ്പറേഷൻ ഹെഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ സുനിൽകുമാർ നേതൃത്വം നൽകി. 2 സംഘങ്ങളായാണ് ആനകളെ തുരത്തുകയെന്ന് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് പറഞ്ഞു. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ആ കാണുന്നതാണ് വടക്കാഞ്ചേരി ചേലക്കര റോഡ്. ഈ വടക്കാഞ്ചേരി ചേലക്കര ഹൈവേയിൽ നിന്ന് വിളിപ്പാട് അകലെയാണ് കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസവും ആന ഇറങ്ങിയത്. തൊട്ടപ്പുറത്ത് നമുക്ക് റബ്ബർ എസ്റ്റേറ്റ് കാണാം. ഈ റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ നിന്നാണ് ആന കടന്നു വന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമീപകാലത്ത് കിള്ളിമംഗലം, ചേലക്കര, വടക്കാഞ്ചേരി മേഖലകളിൽ ആനശല്യം രൂക്ഷമാണെന്ന് പറയുന്നു. ഈ ഉതുവടി, ഇപ്പോൾ നിൽക്കുന്നത് ഉതുവടി എന്നയിടത്താണ്. ഈ ഉതുവടിയിൽ ആദ്യമായാണ്, സമീപകാലത്ത് ഇവരുടെ ഓർമ്മകളിലൊന്നുമില്ല ഇവിടെ ആന ഇറങ്ങിയത്. ആ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയ ആന ഇവിടെ മതിൽ തകർത്തതിന് ശേഷം അകത്തേക്ക് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാവിൽ നിന്ന് ചക്കയിട്ട് കഴിക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ചു വന്നു. ആദ്യത്തെ ദിവസം അവർക്ക് ആനയാണെന്ന് മനസ്സിലായില്ല കുടുംബത്തിന്. ഈ വീട് TCVയുടെ നേരത്തെ റിപ്പോർട്ടറായിരുന്ന റിൻസന്റെ കൂടി വീടാണ്. അവരുടെ വീട്ടുകാർക്ക് ഈ ആനയെ അടുത്ത് കണ്ടതിലുള്ള ഞെട്ടൽ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആന വീട്ടുമുറ്റത്തെത്തി അല്ലേ? വീട് മുറ്റത്തെത്തി ആന ഞങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് ഏൽപ്പിന്നുള്ള ഭയപ്പാട് കൊണ്ട് ഞങ്ങൾ വീടിനകത്ത് കയറി അതിലടച്ചു. വന്നിട്ട് ജനലിൽ കൂടെ ഞങ്ങൾ ഈ ആനേനെ ഫുള്ളായിട്ട് കണ്ടത്. കൊമ്പനാനയാണ്. ഏറെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓർമ്മയിൽ ആദ്യമായാണ് ഉതുവടിയിൽ ആനയെത്തുന്നത്. ഈ കാലമായിട്ട് ആന ഇവിടെ എത്തിയിട്ടേ ഇല്ല. ജനലരികിൽ നിന്ന് ആ ആനയുടെ വീഡിയോ എടുത്തിരുന്നല്ലേ? തൊട്ടടുത്ത് മുമ്പ് വരെ എത്തി. എന്താ പെട്ടെന്ന് പേടിച്ചു പോയി?
പിന്നെ പക്ഷേ എല്ലായിടത്തും ഇറങ്ങിയപ്പം ആനയുടെ ദൃശ്യങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആനയുടെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പേടിച്ചാലും വേണ്ടില്ല എടുക്കാമെന്ന് കരുതിയിട്ട് അതൊന്ന് എല്ലാവർക്കും കൈമാറും ചെയ്യാം. ആന എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ CCTV ഉണ്ട്, പക്ഷെ നമുക്കതിൽ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കുറച്ച് ചേട്ടായിയാണല്ലോ അത് ചെയ്തു വെച്ചേക്കണത്. അതുകൊണ്ട് എനിക്കത് നേരെ കിട്ടാത്തതുകൊണ്ട്, പക്ഷേ മീഡിയക്കാർ വന്ന് നോക്കി, എടുക്കാനൊക്കെ നോക്കി, മറ്റേ കേബിൾ കണക്ട് ചെയ്ത് നോക്കി, പക്ഷെ അപ്പോഴും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അത് എടുക്കണം വന്നപ്പോൾ ഞാൻ കണ്ട സ്ഥിതിക്ക് അങ്ങ് എടുത്തു. നല്ല ഉറങ്ങാനൊന്നും പറ്റിയില്ല. അന്നത്തെ ദിവസം ഇവിടുന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി വരിക ചെയ്തത്. ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കണത്. അപ്പോൾ പിന്നെ ആ മതിൽ തകർത്ത ആൾക്ക് ആ ജനൽ തകർക്കാൻ വലിയ പ്രയാസമില്ലല്ലോ എന്നുള്ള ഭയം കൊണ്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആനയെ തൊട്ടടുത്ത് കണ്ട ആ ഞെട്ടൽ ഇപ്പോഴും വീട്ടുകാർക്ക് മാറിയിട്ടില്ല. ചെറിയ കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കരച്ചിലായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ നിന്ന് ആന ഇവിടെ എത്തി ഈ വലിയ ഇരുമ്പിൻ്റെ മതിൽ അത് ചാടിക്കടന്നാണ് ആന പോയത്. ഇങ്ങനെ പതിവായി ഈ മേഖലയിൽ ആന ഇറങ്ങുമ്പോൾ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ഉതുവടി മേഖലയിലൊക്കെ ഇവരുടെ ഓർമ്മയിൽ തന്നെ ആന ഇറങ്ങിയതായിട്ടുള്ള ഓർമ്മയൊന്നും ഇവരുടെ ഓർമ്മയിലില്ല. ഈ ആന കടന്നു വരുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ്. വനം വകുപ്പ് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണ് ഉള്ളത്. നഗരസഭയുടെ പ്രകാശനഗരം പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച തെരുവിളക്കുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ സമയത്തും അണയാതെ കിടക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ പടിഞ്ഞാറേ നട മുതൽ കോയ ബസാർ വരെയുള്ള ഭാഗത്ത് മാത്രം 22 ലൈറ്റുകളാണ് ഇത്തരത്തിൽ പകൽ സമയത്തും കത്തുന്നത്. ഇതിനു പുറമെ കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് സമീപമുള്ള ലിങ്ക് റോഡിലും 10ഓളം വിളക്കുകൾ പകൽ സമയത്ത് പ്രകാശിക്കുന്നുണ്ട്. ടൈമർ സംവിധാനത്തിലെ തകരാറോ അല്ലെങ്കിൽ കൃത്യമായ മേൽനോട്ടമില്ലായ്മയോ ആണ് ഈ ഊർജ്ജ ദുരുപയോഗത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പകൽ സമയത്ത് വൈദ്യുതി വൻതോതിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ രാത്രികാലങ്ങളിൽ നഗരത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇരുട്ടിലാണ്. റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള ജനത്തിരക്കേറിയ പല പ്രദേശങ്ങളിലും രാത്രിയായാൽ തെരുവ് വിളക്കുകൾ കത്താറില്ല. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുന്നതിൽ നഗരസഭയും KSEBയും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭരണപക്ഷ കൌൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 132 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ജനപ്രതിനിധികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ടെമ്പിൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നഗരസഭാ ഓഫീസിലെത്തി സെക്രട്ടറിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കൌൺസിലർമാർക്കെതിരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തെ തുടർന്ന് നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ ഭരണപക്ഷ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. രേണു P. ദേവ്, S. ഹർഷിത്, MD റിജേഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ടാണ് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ ഭരണപക്ഷ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഗുരുവായൂർ ടൗൺഹാളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ ഭരണപക്ഷ കൌൺസിലർമാർ ഓഫീസിൽ കയറി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിപക്ഷമായ UDF പ്രതിഷേധിച്ചു. UDF ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പൊതുയോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മുൻ പ്രസിഡന്റ് R. രവികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ CS സൂരജ്, ആൻഡോ തോമസ്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് RV ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്.
അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. അനുയോജ്യമല്ലാത്ത കുർത്ത മാറ്റി നൽകിയില്ലെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ തൃശൂർ കല്യാൺ സിൽക്സിനെതിരെ പരാതിക്കാർക്ക് അനുകൂല വിധി. കല്യാൺ സിൽക്സ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. തളിക്കുളം സ്വദേശികളായ വല്ലത്ത് വീട്ടിൽ സീന, ഭർത്താവ് രഞ്ജിത് കുമാർ എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ പാലസ് റോഡിലെ കല്യാൺ സിൽക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. സീന ഭർത്താവിനു വേണ്ടി ഒരു കുർത്ത വാങ്ങുകയായിരുന്നു. ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നില്ല. കൊണ്ടുപോയി നോക്കി പാകമാകാത്ത പക്ഷം മാറ്റിയെടുക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചതിൽ അപ്രകാരമാകാം എന്ന് ഉറപ്പു നൽകിയിരുന്നു. വീട്ടിൽ ചെന്ന് ഇട്ടു നോക്കിയപ്പോൾ യോജിച്ചതായിരുന്നില്ല. തുടർന്ന് കല്യാൺ സിൽക്സിനെ സമീപിച്ച് മാറ്റി നൽകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. കൂടാതെ മാഞ്ഞുപോകുന്ന ബില്ലാണ് നൽകിയത്. തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. എതിർകക്ഷിയുടെ പ്രവൃത്തി സേവനത്തിലെ വീഴ്ചയാണെന്ന് വിലയിരുത്തിയ പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി കുർത്തയുടെ വിലയായ 660 രൂപയും നഷ്ടപരിഹാരമായി 5000 രൂപയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. മാഞ്ഞുപോകാത്തതും ഉൽപ്പന്നം തിരിച്ചെടുക്കുന്നത് സംബന്ധമായതും മാറ്റി നൽകുന്നത് സംബന്ധിച്ചുമായ നിലപാട് വ്യക്തമാക്കുന്ന ബിൽ നൽകണമെന്നും വിധിയിൽ പറയുന്നു. ഹർജിക്കാർക്കുവേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 38 വയസ്സുള്ള ഉമിത്, 32 വയസ്സുള്ള രാധ എന്നിവരാണ് മരിച്ചത്. സിംഗപ്പൂരിൽ ബിസിനസ്സുകാരനായ തൊടുപുഴ സ്വദേശി സിജോയുടെ പോട്ട വാഴക്കുന്നിലുള്ള ബംഗ്ലാവിലെ ജോലിക്കാരായിരുന്നു ഇരുവരും. സ്ഥിരം മദ്യപിച്ച് ദമ്പതികൾ വഴക്കിടാറുണ്ടെന്ന് വീട്ടുടമ പറയുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മറ്റൊരു യുവാവായിരുന്നു നേരത്തെ ബംഗ്ലാവിലെ ജോലിക്കാരൻ. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാട്ടിലേക്ക് പോയ ഇയാൾ താൽക്കാലികമായാണ് ഉമിത്തിനെയും രാധയെയും ജോലിക്ക് ഏർപ്പാടാക്കിയത്. സിജോയുടെ ഔട്ട് ഹൌസിലായിരുന്നു ഇരുവരുടെയും താമസം. ഞായറാഴ്ച പല സമയത്തും ഇവിടെ നിന്ന് ബഹളം കേട്ടിരുന്നു. തിങ്കളാഴ്ച ഇവർ ജോലിക്കെത്തിയില്ല. രാത്രിയായിട്ടും വീട്ടിൽ നിന്ന് അനക്കം കേൾക്കാതിരുന്നതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടിലെത്തി ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം അടുപ്പൂട്ടിക്കുന്നിലുള്ള പറമ്പിൽ നിന്ന് 50 ലിറ്റർ വാഷ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ജിതിൻ വാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രദേശത്ത് വ്യാജ മദ്യനിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ ഇടപെടലാണ് വാഷ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിടികൂടിയ 50 ലിറ്റർ വാഷും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് സംഘം നശിപ്പിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി തടത്തിൻകര വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. പെരുവല്ലൂർ കണ്ണങ്കത്ത് സ്വദേശി ഊരുപറമ്പിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് പ്രതി ആക്രമണം നടത്തിയത്. വിഷ്ണുവിന്റെ ഭാര്യയുടെ പരാതിയിൽ മനോജിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിഷ്ണുവിന്റെ വീട്ടിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ബഹളം കേട്ട് യാതൊരു പ്രകോപനവുമില്ലാതെ മനോജ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്നാണ് പരാതി. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതി മനോജിനെ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ചുമറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് മുതുവട്ടൂർ ഏനു വീട്ടിൽ ഫിറോസ്, റഫീദ, ഫൈഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ
മങ്ങാട് ചാത്തകുളം റോഡിന് സമീപമാണ് അപകടം ഉണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് മറുവശത്തുള്ള വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പ്രദേശവാസികൾ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിന്റെ മുൻവശവും വീട്ടുമതിലും തകർന്നു. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം ടോറസ് ലോറി ഇടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. വർഷ ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു കസിനാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇതിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ 50,000 ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80,000 കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും അത് 10 മാസം കൊണ്ട് അത് ദിവസം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ പൈസ കയറിക്കൊണ്ടായിരിക്കും. അത് 10 മാസത്തിനുള്ളിൽ നിങ്ങളെ പൈസ 80,000 നിങ്ങൾക്ക് വരും എന്നാണ്. അപ്പം നമുക്ക് മരുന്നൊക്കെ വാങ്ങുകയും ചെയ്യാം എന്നുള്ള നിലക്ക് ആദ്യം ഒരു 50,000 രൂപ ഇട്ട് ആ 50,000 ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു 6,000 രൂപയും കൂടെ ഇടണം. അത് എന്നാണ് ഇട്ടത്? അതിപ്പോൾ 2 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലമായി. അങ്ങനെ അതിട്ട് അത് എന്തായാലും ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൈസ അങ്ങനെ വന്നുകൊണ്ട് നിന്ന് അപ്പോൾ പൈസ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ 2-3 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ 3 ലക്ഷം ഇട്ട് ഞങ്ങൾ 3 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ദിവസം 2,720 വരും. നിങ്ങൾക്ക് 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 5,10,000 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്നാൽ അതിങ്ങനെ കുറച്ചിങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് പൈസ ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ഇങ്ങനെ ഒരു 4-5 മാസം ആ പൈസ അങ്ങനെ വന്ന് പിന്നെ പെട്ടെന്ന് പൈസ നിന്ന് ഈ പൈസ അങ്ങനെ കൊടുത്തതിനെ കൊണ്ട് വീട് വരെ നഷ്ടമായി. ഒരാൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഒരു ഭർത്താവ് ഇങ്ങനെ തൂങ്ങി മരിച്ച് എല്ലാവരും പല പ്രതിസന്ധി കണ്ടിട്ട് ഇപ്പോൾ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. വേറെ പുതിയ ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. അതുപോലെ ഓൾറെഡി ഒരു പൊട്ടിക്കെടുക്കുന്ന സമയത്ത് തന്നെ പിന്നും ആൾക്കാരോട് പൈസ വാങ്ങി. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത്രയും പ്രശ്നമുള്ള സമയത്തും ഒരു പേര് മാറ്റിയിട്ട് ഇത് നമ്മൾ സ്പർശ ഗോൾഡ് മുഖാന്തരമാണ് പൈസ അടിച്ചത്. ഇപ്പോൾ വേറെ റോയൽ കാസിനോ എന്തോ ഒരു പേരിലൂടെ ഇപ്പോൾ വേറെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഈ MD അവിടെ ഉണ്ട്. MD ഇതുവരെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഹോട്ടൽക്കാർ പോലുമായിട്ട് എന്താ ബന്ധമുണ്ട്. അതുകൊണ്ട് MD ഇതുവരെ നമ്മളെ മുന്നിൽ പെട്ടില്ല. പോലീസുകാർ മുഖാന്തരം നമ്മളെ പുറത്താക്കി. അത് എൻ്റെ മകള് ഞങ്ങളൊന്നും അറിയാതെ അവൾക്ക് കൊടുത്ത സ്വർണം വിറ്റിട്ട് 3 ലക്ഷം രൂപ ഇട്ട്. അപ്പോൾ പിന്നെ അവളെ ഭർത്താവ് കള്ളുടിച്ച് വന്നിട്ട് അവളെ അടിച്ച് ഞങ്ങളെ വീട്ടിൽ കൊടുന്നാക്കി. അപ്പോൾ മാനസികമായ അച്ഛനാണ്. അച്ഛന് സഹിക്കാൻ പറ്റാതായപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചു. ഇത് ആ പൈസ കിട്ടിയില്ലാതെ അവളെ വീട്ടിൽ ചെല്ലണ്ടെന്നാ പറയുന്നത്. ഞങ്ങളോട് ഇട്ട പൈസയിൽ ഡബിൾ നിങ്ങൾക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് പാവങ്ങളെക്കൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്കും ഒരു വിറ്റുണ്ടായിക്കോട്ടെ അവർക്കും കുറച്ച് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിൽ വന്നത്. പക്ഷേ ഞങ്ങൾക്കും ഇല്ല, കൊടുത്ത അവർക്കും ഇല്ല. ഇത് മുങ്ങി നടക്കുകയാണ്. അവരെ പൊക്കൽ ഞങ്ങൾ അത്യാവശ്യമാണ്. 17 പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത മാസം 10 ദിവസം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഇതാക്കില്ല. ഇവർ 3 ആൾ പോയിട്ട് ഞങ്ങൾ റൂമിലിട്ടിട്ട് പൂട്ടിയിട്ട് മെയിൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എറണാകുളം എൻ്റെ പോക്കറ്റിന് എൻ്റെ പൈസ വരെ അവർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഉവൈസ് പറഞ്ഞ ആള് എൻ്റെ പോക്കറ്റിന് പൈസ വരെ എടുത്തിട്ടുണ്ട്. ഉവൈസ് സോഫിയ പറഞ്ഞ 2 പേരാണ്. എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അതിൽ കുറേ ആളുകളെ പൈസ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു നമ്മൾ പുതിയൊരു ഫേം RRG എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫേം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ നിന്ന് കുറേ ആളുകളെയൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തരാം, എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ RRG അപ്പോൾ ആളുകളുടെ എന്താ വിചാരിച്ചു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ. പക്ഷേ ഈ RRGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും നടന്ന അവസ്ഥ വേറെ തന്നെയാണ്. പിന്നെ അവർ അടുത്തൊരു കമ്പനി എന്ന് പറഞ്ഞ വേറെന്തോ ഒരു അങ്ങനെ വേറൊരു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത തട്ടിപ്പ് ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.
കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ചൊവ്വന്നൂരിൽ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പേവിഷബാധയേറ്റ നായയുമായി സമ്പർക്കത്തിൽ വന്ന മുഴുവൻ തെരുവ് നായ്ക്കളെയും അടിയന്തരമായി കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യണമെന്നും പ്രദേശത്തെ വളർത്തുനായ്ക്കൾക്കും മറ്റ് തെരുവ് നായ്ക്കൾക്കും അടിയന്തരമായി ആന്റി റാബീസ് വാക്സിനേഷൻ ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് നിയമപരമായ തടസ്സങ്ങൾ കൂടാതെ തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ പ്രത്യേക അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നു. തൃപ്രയാർ സെന്ററിലെയും ദേശീയപാത മേൽപ്പാലത്തിനടിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പുതിയ നിർദ്ദേശങ്ങളായി. നാട്ടിക പഞ്ചായത്ത് ഹാളിൽ MLA ഗീതാ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തൃപ്രയാർ ഹൈവേ പാലത്തിനടിയിലുള്ള അനധികൃത കച്ചവടങ്ങൾ, പാർക്കിംഗ് എന്നിവ അവസാനിപ്പിക്കും. പാലത്തിനടിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കുവാനും നിർദ്ദേശിച്ചു. മേൽപ്പാലത്തിനോട് ചേർന്നുള്ള പഴയ കലുങ്ക് പൊളിച്ച് വീതി കൂട്ടും. നാട്ടിക സെന്റർ, വലപ്പാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിന് അംഗീകാരം ലഭിച്ചതായും 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ മാലിന്യമല നീക്കം ചെയ്തു. TCV വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടാണ് വർഷങ്ങളായി കിടന്നിരുന്ന മാലിന്യമല 2 ദിവസം കൊണ്ട് നീക്കം ചെയ്തത്. ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ MN രാജീവ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 10 ജീവനക്കാരാണ് 2 ദിവസമായി ശ്രമദാനം നടത്തിയത്. പാഴ്വസ്തുക്കൾ 2 ദിവസത്തിനകം ലേലം ചെയ്യാനും കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരിസരത്തെ വ്യാപാരികളുടെ പാമ്പുഭീതിയും ഇതോടെ അകന്നു. മാലിന്യമലയായിരുന്ന സ്ഥലത്ത് മണൽ വിരിച്ച് മനോഹരമാക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേശീയപാത കൊരട്ടി ചിറങ്ങരയിൽ ഇലക്ട്രിക് കാർ ലോറിയുടെ പിന്നിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പാലക്കാട് ലക്കിടി പേരൂർ പൂതേരി വീട്ടിൽ 39 വയസ്സുള്ള വിജീഷാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അതുൽ പ്രസാദ് ഗുരുതര പരിക്കുകളോടെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്കമാലി ഭാഗത്തുനിന്ന് ചാലക്കുടിയിലേക്ക് വന്ന കാർ ചിറങ്ങര അടിപ്പാതയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് ഇടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കൊരട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA-യുമായി യുവാവ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. ലഹരിമരുന്ന് കേസുകളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരിഞ്ഞനം സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ ആകാശാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് MDMA-യും ലഹരിമരുന്ന് വിൽപ്പനയിലൂടെ അനധികൃതമായി സമ്പാദിച്ച 3200 രൂപയും പോലീസ് പിടിച്ചെടുത്തു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കുള്ള റോഡിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു. പഴകിയ തുണിത്തരങ്ങളും ഡയപ്പറുകളും കിടക്കകളും പാതയോരങ്ങളിൽ തള്ളിയിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപം കൂടുതലായും ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി അധികൃതർ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാതെ നൂറുകണക്കിന് ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ളവ തകിടം മറിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മന്ത്രിക്ക് പരാതി നൽകിയത്. പെരുന്നാൾ ദിനത്തിൽ പെൻഷൻ നൽകാതെ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുകയും ഇത് 5 ദിവസം വരെ വൈകി വിതരണം ചെയ്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ളവർ സോഷ്യൽ മീഡിയ വഴി UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കിയെന്ന് വ്യാപകമായ വാർത്ത നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സർക്കാരിനെ കരിവാരി തേക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ ഗവൺമെന്റ് അത് നൽകിയിട്ടും
സഹകരണ ബാങ്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ നേതൃത്വം അത് തടഞ്ഞു വെച്ച് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകാതെ UDF ഗവൺമെന്റ് പെൻഷൻ നൽകിയില്ല എന്ന കുപ്രചരണങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും എരുമപ്പെട്ടിയിലെ CPMന്റെ നേതൃത്വം അത്തരത്തിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം അതിൽ പരിശോധന നടത്തിയപ്പോൾ 26-ാം തീയതി പെൻഷൻ നൽകേണ്ട പണം ഈ CPM ഭരണ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളിൽ എത്തുകയും എന്നിട്ടും അത് നൽകാതെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് ശേഷം അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM നടത്തിയിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പച്ചക്കറി പരിപാലന ക്ലാസും തൈ വിതരണവും പച്ചക്കറി തൈ നടിയിലും നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. താമരപ്പിള്ളിയിൽ നടന്ന ചടങ്ങിൽ കർഷക സംഘം മേഖലാ പ്രസിഡന്റ് PM ജോസഫ് അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് കൃഷി ഓഫീസർ CR രാഗേഷ് പച്ചക്കറി കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ ക്ലാസ്സെടുത്തു. കർഷക സംഘം മേഖലാ കമ്മിറ്റി സെക്രട്ടറി KK മനോജ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് വിതരണം നടത്തി. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ശാന്തിപുരം സ്വദേശി റഫീഖ് കാട്ടകത്ത് അംഗത്വം ഏറ്റുവാങ്ങി. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, KK ഉമ, KC ഗിരീഷ്, മുഹമ്മദ് അബ്ദുൽ ഖാദർ, മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ 400 പേർ തയ്യാറാക്കിയ 400 കയ്യെഴുത്ത് ബൈബിൾ സമർപ്പണം നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് ഇടവക സമൂഹം ബൈബിൾ പകർപ്പുകൾ സമർപ്പിച്ചു. ബൈബിൾ പകർത്തിയെഴുത്ത് പദ്ധതി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് നേട്ടത്തിന് അർഹമായി. റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച് എന്നീ 6 വ്യത്യസ്ത ഭാഷകളിൽ ബൈബിൾ പകർത്തിയെഴുതി ഇടവകാംഗമായ റോസി ചാക്കുണ്ണി പാറോക്കാരൻ റെക്കോർഡ് നേട്ടവും കൈവരിച്ചു. വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ, സിസ്റ്റർ ജസ്മിൻ കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട്ട് വീട്ടിൽ അജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. പടിയൂർ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി പാമ്പിനെ പിടികൂടി. കുന്നംകുളം നഗരസഭയിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. ജനറൽ വിഭാഗം സൂപ്രണ്ട് റീജ റാഫേൽ, കണ്ടിജന്റ് തൊഴിലാളികളായ ദാസൻ, സതീശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂരിൽ വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ കൗതുകം പകരുന്നു. ആളൂർ പെരേപ്പാടൻ ഷിജോയുടെ വീട്ടുമുറ്റത്ത് അലങ്കാരത്തിനായി നട്ടുപിടിപ്പിച്ച ഈന്തപ്പനകളിലാണ് പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത്. ഓറഞ്ച് നിറത്തിൽ കുലകളായിട്ടാണ് ഈന്തപ്പന കായ്ച്ചിട്ടുള്ളത്. 6 വർഷം മുൻപ് 8000 രൂപ വീതം വില കൊടുത്ത് മലപ്പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന 8 ഈന്തപ്പന തൈകളാണ് ഷിജോ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയത്. 3 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് അതിൽ മണൽ വിരിച്ച് അതിനുമീതെ വീണ്ടും മണൽ നിറച്ചാണ് ഈന്തപ്പന നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഈന്തപ്പനകളിൽ 1 കായ്ച്ചിരുന്നു. ഇത്തവണ 2 കൂടി കായ്ച്ചു.
ഓറഞ്ച് നിറത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനക്കുലകൾ കാണാൻ നിരവധി പേർ ഷിജോയുടെ വീട്ടിലെത്തുന്നുണ്ട്. TCV കൊടകര. തോളൂർ പഞ്ചായത്ത് നോർത്ത് സംഘം പടവേൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT ലിൻസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ CT ജെയിംസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ സുനിൽ, NP സരോജിനി, ലിസ ഫ്രാൻസിസ്, മെമ്പർമാരായ ഷീന വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ CDS ചെയർപേഴ്സൺ അരുന്ധതി സുരേഷ്, ബഡ്സ് സ്കൂൾ അധ്യാപിക അഞ്ജു K ജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഗുരുവായൂർ ശനിയാഴ്ചയാണ് ചാർജ് എടുത്തത്. ഓണത്തിന് മുന്നോടിയായി കുന്നംകുളം ആർത്താറ്റ് ചെണ്ടുമല്ലി തൈകളുടെ വിതരണം ആരംഭിച്ചു. ആർത്താറ്റ് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൈകളുടെ വിതരണ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോണി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, വാർഡ് കൌൺസിലർ ഷജീഷ്, കൃഷി ഓഫീസർ സ്വേക ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര GLP സ്കൂളിന് മുൻവശത്ത് ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരുടെ ദേഹത്തേക്ക് മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം തെറിക്കുന്നതായി പരാതി. ഷീറ്റുമേന മേൽക്കൂരയിലെ പാത്തിയിൽ ഇലകളും മറ്റും നിറഞ്ഞു കിടക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കവിഞ്ഞൊഴുകി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യാത്രക്കാരുടെ ദേഹത്തേക്ക് ചിതറി വീഴുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നനയാതെ കയറി നിൽക്കാൻ സൗകര്യം ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ അതിരപ്പിള്ളിയിൽ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാട് കയറ്റി. ചേലക്കര ഉതുവടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന, വീട്ടുമുറ്റത്ത് ആന എത്തിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികൾ. ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥയാണെന്ന് ആക്ഷേപം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിനെ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൌൺസിലർമാരായ AS മനോജ്, എറിൻ ആന്റണി എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത്. അനുയോജ്യമല്ലാത്ത കുർത്ത മാറ്റി നൽകിയില്ലെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ തൃശൂർ കല്യാൺ സിൽക്സിനെതിരെ പരാതിക്കാർക്ക് അനുകൂല വിധി. കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെയാണ് തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. ചാലക്കുടി പോട്ടയിൽ അതിഥി തൊഴിലാളികളായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്, രാധ എന്നിവരാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ.